നമസ്കാരം. പാർട്ടി വിവാദങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ചില ന്യായവാദങ്ങളുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ രംഗത്തെത്തി. ഇപ്പോൾ CPMനെയും SFIക്കെതിരെയും നടക്കുന്ന വിവാദങ്ങൾ ചില അജണ്ടയുടെ ഭാഗമാണെന്നാണ് AK ബാലന്റെ കണ്ടെത്തൽ. വിവാദങ്ങൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയും അടക്കമുള്ള ഭരണ സംവിധാനങ്ങളെയാണെന്നും AK ബാലൻ പറഞ്ഞു. SFIക്കെതിരായ ആക്ഷേപങ്ങൾ സമാനതകളില്ലാത്തതാണ്. SFI ഒരു വികാരമാണെന്നും ഇപ്പോഴുണ്ടായ സംഭവം തെറ്റുതിരുത്തലിന് ഗുണകരമാകുമെന്നുള്ള ആശ്വാസവും AK ബാലൻ ഉയർത്തി. SFI നേതൃത്വത്തിന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ആർഷോയുടെ ആദ്യ വിശദീകരണത്തിൽ യാതൊരു തെറ്റുമില്ല. മാധ്യമങ്ങൾ അതുകൊണ്ട് തന്നെ ആർഷോയോട് മാപ്പ് പറയണമെന്നും AK ബാലൻ പറഞ്ഞു. ആര് ഭരിച്ചാലും സമരം നടത്തും SFI. തെറ്റുകൾ കണ്ടറിഞ്ഞ് തിരുത്തുകയാണ് വേണ്ടത്. AK ബാലന്റെ പാർട്ടി സംരക്ഷണ വാക്യങ്ങൾ ഇതിലൊന്നും അവസാനിക്കുന്നില്ല. ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ SFIയും പാർട്ടിയും സമ്മർദ്ദത്തിലാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല തന്നെ. കഴിഞ്ഞ ദിവസം നിഖിൽ തോമസിനെതിരെ ഉയർന്ന വിവാദത്തിലും തൽക്കാലം പ്രതികരിക്കാതിരിക്കാനുള്ള ബുദ്ധി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കാട്ടിയത് പ്രശംസനീയം തന്നെയാണ്. ഇനിയിപ്പോൾ ഇത്തരം ആരോപണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കും എന്ന് ചോദിച്ചാൽ AK ബാലൻ ഇങ്ങനെയായിരിക്കും പറയുക. ആരോപണം ഉയർന്നാൽ ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ SFIക്കില്ല. രക്തസാക്ഷികളുടെ ഹൃദയ രക്തത്തിൽ മുക്കിയെടുത്തതാണ് SFIയുടെ പതാക. ഗോവിന്ദനെതിരായ ആക്രമണം മറുപടി അർഹിക്കുന്നതല്ലെന്നും നാടുവാഴി തറവാടിത്തമല്ല തൊഴിലാളി വർഗ തറവാടിത്തമാണ് MV ഗോവിന്ദനുള്ളതെന്നും AK ബാലൻ പ്രതികരിച്ചു. MV ഗോവിന്ദന്റെ പ്രസ്താവന തറവാടിത്തമില്ലായ്മയാണെന്ന് K സുധാകരൻ വിമർശിച്ചതിനുള്ള മറുപടിയായിട്ടാണ് AK ബാലൻ ഇത്രയും പറഞ്ഞത്. വിദ്യാവിവാദത്തിൽ CPMും SFIയും നേരത്തെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. കള്ള നോട്ടടി പോലെ കുറെ വ്യാജന്മാർ സർട്ടിഫിക്കറ്റ് വിവാദത്തിന് പിന്നിലുണ്ട്. ഒരു പ്രതിക്കും സംരക്ഷണം കിട്ടില്ലെന്നും ബാലൻ പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞ AK ബാലൻ KPCC അധ്യക്ഷൻ K സുധാകരനെതിരെ കടുത്ത ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. പൊട്ടിപ്പൊളിഞ്ഞ മരണക്കിണറിലെ മോട്ടോർ സൈക്കിളുകാരനാണ് K സുധാകരൻ എന്നാണ് AK ബാലൻ ഉയർത്തിയ വിമർശനം. ഈ ജന്മത്തിൽ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ K സുധാകരന് കഴിയില്ലെന്നും AK ബാലൻ വിമർശിച്ചു.